ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. മുൻപ് തന്ന സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഫ്രണ്ട്സ്. അങ്ങനെ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അങ്ങനെ നന്ദു അനിയുടെ നല്ലൊരു ഫ്രണ്ടാണെന്ന് അനാമികയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നന്ദു ശരിക്കും അഭിനയിക്കുകയാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ വെച്ച് അനിയെയും അനാമികയെയും യാദൃച്ഛികമായി കാണുന്ന നന്ദുവും ഫ്രണ്ട്സും അനി നല്ലൊരു ഫ്രണ്ടാണെന്നും തെറ്റിദ്ധാരണയുടെ ആവശ്യമൊന്നുമില്ലെന്നും നന്ദു അനാമികയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്നിരുന്നാലും അനാമിക അതൊന്നും വിശ്വസിക്കാതെ അനിയെയും കൂട്ടി റെസ്റ്റോറൻറ്റിൽ നിന്നും ജ്യൂസ് പോലും കുടിക്കാതെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അനി പോയപ്പോഴേക്ക് നന്ദുവിന് വീണ്ടും പഴയ പോലെ സങ്കടം ആകുകയാണ്. അനിക്ക് നന്ദുവിന് ഇടയിലുള്ള ആ സ്നേഹത്തിന്റെ ആഴം ഫ്രണ്ട്സ് നന്നായിട്ട് മനസ്സിലാക്കുന്നുമുണ്ട്. പിന്നീട് ജലജ കനകയെ മുറിയിൽ കയറ്റാതിരിക്കാൻ വേണ്ടി റൂം ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കനക അകത്ത് കയറുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. അനന്തപുരിയിൽ ഒരുപാട് റൂമുകളുണ്ടായിട്ടും ജലജയുടെ കൂടെ കിടക്കാൻ മുത്തശ്ശി പറഞ്ഞതല്ലേ. കനകയെ എങ്ങനെയെങ്കിലും റൂമിൽ നിന്നും അടിച്ച് പുറത്താക്കണമെന്ന ചിന്തയോടുകൂടി ജലജ അത് കൂട്ടി പുറത്തേക്ക് പോകുകയാണ്. എന്നാൽ കനക ആരാണ് മോള്? തലയിൽ കിടന്ന ഒരു സ്ലൈഡ് ഊരി വളച്ച് താക്കോല് പോലെയൊക്കെ ആക്കി കതക് കുത്തി തുറന്ന് അകത്ത് കയറുകയാണ്. കുറെ കഴിഞ്ഞ് ജലജ വരുമ്പോൾ കനക റൂമിലിരിക്കുന്നു. അത് കണ്ടത് ജലജയ്ക്ക് ആകെ കലിയാവുകയാണ്. അതുമാത്രവുമല്ല, ജലജയുടെ ഒരു നൈറ്റ് ഡ്രസ്സ് ധരിച്ച് കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്നതാണ് ജലജ കാണുന്നത്. അത് കണ്ടപ്പോഴും ജലജയ്ക്ക് ആകെ ദേഷ്യം വന്നു. അങ്ങനെ കനക ജലജയെ ചൊടിപ്പിക്കാൻ വേണ്ടി കുറെ പേക്കൂത്തൊക്കെ അവിടെ കിടന്ന് കാണിക്കുന്നുണ്ട്. ആരുടെയും അടുത്ത് പോയി വഴക്കൊന്നും കൂടാതെ നയപരമായി മുന്നോട്ട് പോകാൻ അഭി പറഞ്ഞിട്ട് പോലും ജലജ കേൾക്കുന്നില്ല. ജലജ കനകയുടെ അടുത്ത് വീണ്ടും വീണ്ടും ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണ്. പക്ഷെ കനകയുടെ മുമ്പിൽ എല്ലായ്പ്പോഴും ജലജ ശരിക്കും നാണം കെട്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഇവരെ ഒന്നും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ജലജയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നീട് നന്ദുവിന്റെ വിഷമം ഇങ്ങനെ മാറാതെ കിടക്കുകയാണല്ലോ. അങ്ങനെ ഗോവിന്ദൻ വീണ്ടും വീണ്ടും നന്ദുവിനെ പരമാവധി മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ശരിക്കും ഉപദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അനിയും നന്ദുവും നല്ല ഫ്രണ്ട്സ് ആണെന്ന് കരുതിയാണ് നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഒരു തടസ്സവും പറയാതെ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ ബന്ധം മുളയിലെ നുള്ളിയനെ എന്നും ഗോവിന്ദൻ പറയുകയാണ്. പിന്നെ മറ്റു രണ്ട് പെൺകുട്ടികളുടെ ജീവിതവും നന്ദുവിന് അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ ഇങ്ങനെ ശരിക്കും നന്ദുവിനെ ഉപദേശിക്കുകയാണ്. നന്ദുവും പരമാവധി മാറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും നന്ദുവിനെ കൊണ്ടത് സാധിക്കുന്നുമില്ല. പിന്നീട് ആദർശ് നയനയ്ക്കൊരു സ്വർണ്ണ പാദസരം വാങ്ങി നൽകുകയാണ്. അവരുടെ സ്വകാര്യതയിലിരിക്കുമ്പോൾ അത് നയനയുടെ കാലിൽ ആദർശ് തന്നെ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ നയന ഇങ്ങനെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആദർശിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നീട് അത് അമ്മയോടൊന്നും പറയണ്ട, ഒരു നല്ല ജീവിതത്തിന് ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലെന്നിങ്ങനെ ആദർശ് നയനയോട് പറയുകയാണ്. അപ്പോൾ നയനയ്ക്കാകെ സന്തോഷമാവുകയാണ്. ആദർശ് ശരിക്കും മാറി മാറി വരികയാണ് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹവും ആദർശിന് തോന്നി തുടങ്ങുന്നുണ്ട്. അതിനുശേഷം നിർമ്മലിൻ്റെ ഒരു കോള് വരികയാണ് അഭിക്ക്. എന്നാൽ അഭി കുളിക്കുന്ന സമയമായതുകൊണ്ട് ആ കോളിൽ നിന്ന് നവ്യ എടുക്കുകയാണ്. നവ്യ എടുത്തപ്പോഴേക്കും നിർമ്മൽ നവ്യയാണ് ഫോൺ എടുത്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഭിയുടെ ഫ്രണ്ട് രേഖയാണെന്നും പറഞ്ഞ് പെൺ ശബ്ദത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ അഭി വരുമ്പോഴേക്കും നവ്യ ഫോൺ അഭിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ആരാണ് ഈ രേഖ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അഭി പറയുന്നു, രേഖയോ? അതാരാണ്? എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യയ്ക്ക് ഇങ്ങനെ ഡൗട്ട് അടിക്കുകയാണ്. എന്നിരുന്നാലും അഭിയെ 10 പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് നിർമ്മലിനോട് അഭി സംസാരിക്കുകയാണ്. എന്നാൽ നിർമ്മലാണെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അഭിയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ 10 ലക്ഷം രൂപ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ തീർച്ചയായും ആരാണെന്നും എന്താണ് സംഭവിച്ചതെന്നും വീട്ടിൽ പറയുമെന്നൊക്കെ പറഞ്ഞ് അഭിയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്.